ഇന്ന് നമുക്കൊരു മുട്ടക്കറി ആയാലോ. അത് നല്ല ക്രീമി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. മറക്കാണ്ട് സേവ് ചെയ്ത് വെച്ചോളി. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയിൽ സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും കൂടിയും ഒന്ന് ചതച്ചെടുത്തതും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. നന്നായിട്ട് സോട്ടായി വരണം. നല്ല പോലെ വഴറ്റിയെടുത്താൽ മാത്രമേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഈ ഒരു രീതിക്ക് നന്നായി സോട്ടായി വന്നാൽ അതിലേക്ക് ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികൾ ചേർക്കേണ്ടുള്ളൂ. അതും കൂടെ ചേർത്ത് നല്ലോണം വഴറ്റിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരുമ്പോൾ അതിലോട്ട് നമുക്കിതാ ഇതുപോലെ തേങ്ങാപ്പാൽ, നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലും പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് അത് മുറിച്ചിട്ട് അതും കൂടെ ചേർത്തിട്ട് ഒന്നിങ്ങനെ ചെറുതായിട്ട് ബോയിലായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. തിളക്കണ്ട കേട്ടോ. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയിലും കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി റെഡിയാണ്. ഇഷ്ടമായ ഒന്ന് ഫോളോ ചെയ്യണേ.